ഇന്നൊരു സിനിമ ഇറങ്ങിയാൽ ഫസ്റ്റ് ഷോ കഴിയുന്നതോടുകൂടി പടത്തിന്റെ സകല മുക്കും മൂലയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടും ആളുകൾ, ട്വിസ്റ്റുകൾ അടക്കം. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 15 വർഷങ്ങൾക്ക് മുൻപ്, സിനിമാ താരങ്ങൾ തന്നെ തങ്ങളുടെ സിനിമ സ്പോയിൽ ചെയ്ത 2 ഇൻസിഡൻസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തേത് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന സിനിമയെ പറ്റിയാണ്. അതിനു മുൻപ് ഈ ആക്ട്രസിനെ അറിയായിരിക്കുമല്ലോ. പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിലെ റസിയ അഥവാ പെൻഗ്വിൻ. ഞാൻ ഇവരുടേതായി ഓർത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ഡാഡി കൂൾ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ബിജു മേനോന്റെ പേരായിരുന്നു ഇവർ. അപ്പൊ നമ്മുടെ ഹരിഹർ നഗർ സീരീസിലെ 3ാമത്തെ പടമായ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ഇറങ്ങിയ സമയം ഞാൻ ആ പടം കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഒരു ദിവസം ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. കൈരളിയിലോ പഴയ ജീവൻ ടിവിയിലോ ഒക്കെ ആണെന്നാണ് എന്റെ ഓർമ്മ. ആ ഇന്റർവ്യൂവിൽ വളരെ ഓപ്പണായി ഇവർ പറയുകയാണ്, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന സിനിമയിൽ വളരെ മികച്ചൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ആ സിനിമയുടേതായി അതുവരെ ഇറങ്ങിയിരുന്ന പ്രൊമോഷണൽ മെറ്റീരിയലുകളിലൊന്നും ഇവരുടെ മുഖം കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ടും അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നത് എനിക്ക് സംശയമുണ്ടാക്കി. അങ്ങനെ ഞാൻ പടം കാണാൻ കയറി. തുടക്കം മുതൽ വളരെ കുറച്ച് സമയം മാത്രം വന്നു പോകുന്ന നിലക്ക് ഇവരെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടതുകൊണ്ട് മാത്രം ഇവരുടെ വക എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായി ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് അപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചു. ഒടുക്കം ക്ലൈമാക്സിൽ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി അടുത്തത് അതേ വർഷം 2010 മമ്മൂട്ടിയുടെ ദ്രോണ എന്ന സിനിമ റിലീസാവുകയാണ്. എഗെയിൻ ഞാൻ ആ പടം കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ പടത്തിൽ മനോജ് കെ ജയൻ ഉള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ വീണ്ടും ഞാൻ ഒരു ദിവസം ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണുകയാണ്. ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മുടെ റിമി ടോമി. ഒരുപക്ഷെ അവർ ആ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളത് കൊണ്ടാവാം അവർ ഡയറക്ട്ലി മനോജ് കെ ജയനോട് ചോദിക്കുകയാണ്, മനോജ് ചേട്ടാ പുതിയ പടങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിന് മറുപടിയായി മനോജ് കെ ജയൻ ദ്രോണ എന്ന് പറയുകയും അപ്പൊ തന്നെ അതിൽ അനന്തഭദ്രം സിനിമയിലെ പോലെ ചില സംഗതികൾ ഉണ്ടല്ലേ എന്ന് റിമി ടോമി അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിനൊരു വ്യക്തമായ ഉത്തരമൊന്നും മനോജ് കെ ജയൻ ഒന്നും കൊടുത്തിരുന്നില്ലെങ്കിലും ഈ സംഗതി വീണ്ടും എന്റെ മനസ്സിൽ കിടന്നു. അങ്ങനെ ഞാൻ പോയി ആ സിനിമ കണ്ടു. പിന്നെ തുടക്കം മുതലേ മനോജ് കെ ജയനെ നമ്മളെ വിടുന്നില്ല. ഒടുക്കം ക്ലൈമാക്സിൽ അത് സംഭവിക്കുകയും ചെയ്തു. ആ പറഞ്ഞ അനന്തഭദ്രം സ്റ്റൈൽ ഒരു പരിപാടി. സോ ഇതൊക്കെ വളരെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ 2 ഇന്റർവ്യൂ കണ്ട് ഇതുപോലെ തോന്നിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ബട്ട് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, ഇന്നലെയോ മെനഞ്ഞാന്നോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോസ്റ്റുകൾ എടുത്താണ് ഞാനിവിടെ വീഡിയോ ഉണ്ടാക്കാറെന്ന്. അല്ല, നമ്മൾ പണ്ട് മുതലേ സിനിമ മാഗസിന്റെയും സിനിമ ഇന്റർവ്യൂസിന്റെയും പുറകിൽ നടക്കുന്ന ഒരാളാണ്. അതിന് ഇതാണ് സാമ്പിൾ.